അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. ഉരുകിയ മെഴുകിൽ ഉരുകിയ മെഴുകു ചേർത്താൽ രണ്ടും ഒന്നായി ചേർന്നുകൊള്ളും. അതുപോലെ ഈശോയുടെ രക്തവും ശരീരവും സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലുമെന്ന പോലെ അവിടുത്തോട് ഐക്യപ്പെടുന്നു. വിശുദ്ധ സിറിൽ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ കുർബാന എന്ന അമൂല്യദാനത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നടത്തുക. സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ, സഭയുടെ ഹിതമനുസരിച്ച്, യേശുവിൻ്റെ തിരുമനസ്സിന് യോജിച്ച വിധം ഈ ദിവ്യരഹസ്യത്തെ ആഘോഷിക്കുവാൻ, അതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ചോദിക്കാം. ഈ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ദിവ്യകാരുണ്യ രഹസ്യത്തെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും നമുക്കിടയാകട്ടെ. ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും സഭ വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സജീവമായ ഭാഗഭാഗിത്വമാണ്. സജീവമായ പങ്കെടുക്കൽ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ദൈവജനം മുഴുവൻ സജീവമായി ഈ കുർബാനയിൽ പങ്കെടുക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുക. ലിറ്റേർജി എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവൃത്തിയാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ ഒരു പൊതുപ്രവൃത്തി എന്നാണ്. അതായത് ഇത് വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് ഇതെല്ലാവരും ചേർന്ന് നടത്തേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഈ സജീവ ഭാഗഭാഗിത്വത്തെക്കുറിച്ച്, അത് സഭ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിചിന്തനം ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുക. ആരാധനക്രമ നവീകരണത്തെക്കുറിച്ചൊക്കെ സഭ പറയുമ്പോഴും, സഭ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴുമൊക്കെ ദൈവജനത്തിൻ്റെ സജീവ പങ്കാളിത്തം, ഭാഗഭാഗിത്വം വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് അവയെക്കുറിച്ച് പഠിപ്പിച്ചതും പറഞ്ഞതുമൊക്കെ. 1947 12-ാം പിയൂസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച മീഡിയാത്തോർ ദെയ് എന്ന ചാക്രിക ലേഖനത്തിൽ ദൈവജനം എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ പഠിപ്പിച്ചു, ഓരോ കുർബാനയർപ്പണത്തിലും വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവം യേശു ബലിയർപ്പിച്ചപ്പോഴുണ്ടായിരുന്ന അതേ മനോഭാവമാണ്. യേശുവിനോട് താതാത്മ്യപ്പെടണം, യേശു എങ്ങനെയായിരുന്നുവോ അതുപോലെ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത്. ഓരോ കുർബാനയർപ്പണവും യേശുവിൻ്റെ ബലിയോട് ചേരാനുള്ള ക്ഷണമാണ് നമുക്ക് തരുന്നതെങ്കിൽ, യേശുവിൻ്റെ അതേ മനോഭാവത്തോടു കൂടെ വേണം ഓരോ ബലിയിലും നമ്മൾ പങ്കെടുക്കേണ്ടത്. അപ്പോൾ യേശു എത്രമാത്രം സ്നേഹതീഷ്ണതയോടുകൂടിയും എത്രമാത്രം താല്പര്യത്തോടുകൂടിയും എത്രമാത്രം ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും ഈ ബലി അർപ്പിച്ചുവോ അതേ താല്പര്യവും തീഷ്ണതയും ഒക്കെയാണ് ഇന്ന് സഭാമക്കളിൽ നിന്ന് യേശു ആഗ്രഹിക്കുക. 12-ാം പിയൂസ് മാർപ്പാപ്പ മീഡിയാത്തോർ ദെയ് എന്ന് പറയുന്ന ഈ ചാക്രിക ലേഖനത്തിൽ പറയുക, യേശു ബലിയർപ്പിച്ചത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്, ദൈവത്തിന് നന്ദി പറയാനാണ്, പാപപരിഹാരാർത്ഥമാണ്, ദൈവജനത്തിന് അനുഗ്രഹത്തിനുള്ള മാധ്യസ്ഥമായിട്ടാണ്. 4 കാര്യങ്ങളാണ് ഇവിടെ പറയുക. 1, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ട്. 2, ദൈവത്തിന് നന്ദി പറയാനായിട്ട്. 3, പാപപരിഹാരാർത്ഥമായിട്ട്.
4 മാധ്യസ്ഥം യാചിക്കാൻ. തൻ്റെ ബലിയിലൂടെ അവൻ ഏക മധ്യസ്ഥനായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ കുർബാന അർപ്പണത്തിലും ഈ 4 കാര്യങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസിയുടെ മനസ്സിലൂടെ കടന്നു പോകണം. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, പുകഴ്ച കൊടുക്കാനായിട്ടാണ് ഞാൻ ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ബഹുമാനിക്കാൻ. പ്രഥമവും പ്രധാനവുമായിട്ട് ഓരോ ബലിയർപ്പണവും പരമപിതാവിന് സമർപ്പിക്കുന്ന ആരാധനയാണ്, അവിടുത്തെ മഹത്വപ്പെടുത്തലാണ്, നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പറച്ചിലാണ്, പാപത്തിനുള്ള പരിഹാരമാണ്. എങ്ങനെയാണ് വിശുദ്ധ ബലി പാപത്തിന് മോചനം നൽകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീടൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. എങ്കിലും ഈ 4 കാര്യങ്ങളും പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ ഈ 4 കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓരോ ബലിയർപ്പണത്തിലും ഉണ്ടാകണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. വീണ്ടും 2-ാം വത്തിക്കാൻ സുനകദോസ് പുറപ്പെടുവിച്ച ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ 14-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവജനം കർമ്മോത്സുഖമായിട്ടും ബോധപൂർവവും പൂർണ്ണമായിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കണം. അവർ പൂർണ്ണമായിട്ട് പങ്കെടുക്കണം, ബോധപൂർവം പങ്കെടുക്കണം, കർമ്മോത്സുഖമായിട്ട് പങ്കെടുക്കണം. അതായത് ആരെയും ഒരു കുർബാനയിൽ സഭ കാഴ്ചക്കാരായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ചുരുക്കം. ഞാൻ പൂർണ്ണമായിട്ട് കുർബാനയിൽ പങ്കെടുക്കണം. ഏതെങ്കിലും സമയത്ത് വന്ന് എപ്പോഴെങ്കിലും എനിക്ക് പോകാവുന്നതല്ല വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ സജീവ ഭാഗഭാഗിത്വം എന്ന് പറയുന്നത് ഞാൻ ഈ കുർബാനയിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്ന വ്യക്തിയാകേണ്ടതാണ്. തുടക്കം മുതൽ അവസാനം വരെ സജീവമായിട്ട് പങ്കെടുക്കേണ്ട വ്യക്തിയാണ്. ബോധപൂർവം, അതായത് ഈ പ്രാർത്ഥനകളൊക്കെയും ബോധപൂർവം ചെല്ലേണ്ടയാളാണ് ഞാൻ ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വാക്കുകൾക്കനുസരിച്ച് എൻ്റെ മനസ്സ് പോകണമെന്നാണ് പറയുന്നത്. വാക്കുകൾ പറയുന്ന പ്രാർത്ഥനയ്ക്കൊപ്പം എൻ്റെ മനസ്സിനെയും വികാരത്തെയും ഞാൻ ഉണർത്തണം, എൻ്റെ പ്രാർത്ഥനകൾക്കനുസരിച്ച്. അതുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയിലും അതുപോലെ ലത്തീൻ റീത്തിലെ കുർബാനയിലുമൊക്കെ നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ എന്ന് പുരോഹിതനിടയ്ക്ക് പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരണം. ആരും കാഴ്ചക്കാരായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകട്ടെ. വാക്കുകൾക്കനുസരിച്ച് മനസ്സിനെ ഉയർത്തുന്ന ഒരു പങ്കാളിത്തമാണ്, ഒരു പാർട്ടിസിപ്പേഷനാണ് നമ്മിൽ നിന്നും സഭ ആഗ്രഹിക്കുന്നത്. വീണ്ടും 2-ാം വത്തിക്കാൻ സുനകദോസ് പറഞ്ഞു, ഈ സജീവ ഭാഗഭാഗിത്വം എന്ന് പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും അവകാശവും കടമയുമാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തിയുടെ അവകാശമാണ് സജീവ ഭാഗഭാഗിത്വം കുർബാനയിലുള്ളത്, കടമയാണ് കുർബാനയിലുള്ളത് ഈ സജീവമായ ഭാഗഭാഗിത്വം. അതുകൊണ്ട് തന്നെയാണ് 2-ാം വത്തിക്കാൻ സുനകദോസ് ആരാധനക്രമ നവീകരണം നടത്തിയപ്പോൾ പ്രാദേശിക ഭാഷകളിലേക്ക് പ്രാർത്ഥനകളെ മാറ്റിയത്. ദൈവജനത്തിൻ്റെ അവകാശമാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള അവകാശം അവനുണ്ട് ഓരോ വിശ്വാസിക്കും. അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് ബോധപൂർവമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഈ അവകാശത്തെയും കടമയെയും കുറിച്ച് വലിയ ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. കാരണം മാമോദീസ സ്വീകരിച്ചത് വഴി നമ്മളെ ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക് യേശു പ്രവേശിപ്പിച്ചിരിക്കുകയും മാമോദീസ സ്വീകരിച്ചത് വഴി എനിക്ക് ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദിവ്യകാരുണ്യത്തെ സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2-ാം വത്തിക്കാൻ സുനകദോസ് പറയുന്നു, കുർബാനയിലെ സജീവ ഭാഗഭാഗിത്വം എൻ്റെ അവകാശവും ഓരോ വിശ്വാസിയുടെയും കടമയുമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 2003 പുറപ്പെടുവിച്ച സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ സജീവ ഭാഗഭാഗിത്വത്തെക്കുറിച്ച് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ധാരണ നമുക്ക് തരുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കുറുക്കുവഴി എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് കുർബാനയിൽ സജീവമായിട്ട് നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുക? സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിൻ്റെ 3ഉം 4ഉം ഖണ്ഡികകളിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അത് വിശദമാക്കുന്നുണ്ട്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഓരോ കുർബാനയിലും വിശ്വാസി ആത്മീയമായിട്ട് പെസഹായുടെ ത്രിദിനങ്ങളിലേക്ക് സംവഹിക്കപ്പെടുകയാണ്.
ആത്മീയമായിട്ട് പെസഹായുടെ ദിവസങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിലും ഇത് തന്നെയാണ് പറയുക. പരിശുദ്ധ പിതാവ് പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും കുർബാനയിൽ ക്രിസ്തുവിൻ്റെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുക, തിരുമണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഓരോ കുർബാനയും സജീവമാകുന്നത് ഞാൻ യേശുവിൻ്റെ മനോഭാവത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ആത്മീയമായിട്ട് ഒരുക്കുമ്പോഴാണ്, കൊടുക്കുമ്പോഴാണ്. എന്നിട്ട് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൻ്റെ 3-ാം ഖണ്ഡികയിൽ നമ്മൾ ഓരോരുത്തരും ആത്മീയമായിട്ട് സെഹിയോൻ ഊട്ടുശാലയിലേക്ക് പ്രവേശിക്കണം. അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അവനെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് കാണണം. വീണ്ടും നമ്മൾ കെദ്രോൺ അരുവി കിടന്ന് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോകുന്നത് ആത്മീയമായിട്ട് നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യണം. വീണ്ടും ഗാഗുൽത്തായിലേക്ക് പോകുന്നതും കുരിശുമരണവുമൊക്കെ കുർബാനയെ ആഘോഷിക്കുന്ന വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട രംഗങ്ങളാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, സജീവ ഭാഗഭാഗിത്വത്തിനുള്ള കുറുക്കുവഴിയായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു തരുന്നത് ഇതാണ്. ഞാൻ ആത്മീയമായിട്ട് ഈ സംഭവങ്ങളിലേക്ക് പോകണം. എൻ്റെ മനസ്സും ഹൃദയവും ശരീരവുമൊക്കെ ഈ സ്ഥലത്തും ഈ സംഭവങ്ങളിലുമായിരിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ അനുഭവപരമായിട്ട് കുർബാന അർപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അനുഭവപരമായിട്ട് കുർബാന അർപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ സംഭവങ്ങളിലൂടെ ഞാൻ നടന്നു നീങ്ങുന്ന ഒരു അനുഭവം, യേശുവിനോട് കൂടെ ഗെത്സമൻ തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, രക്തം വിയർത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, കുരിശുമെടുത്ത് ഗാഗുൽത്തായിലേക്ക് യേശുവിനോടൊപ്പം നടന്നു നീങ്ങുന്ന ഒരു അനുഭവമാണ് കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസിക്കുണ്ടാകുന്നത്. ഈ കുരിശിൻ്റെ വഴിയിലെ വേദനയും സങ്കടങ്ങളും അവൻ്റെ പ്രാർത്ഥനയും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കുർബാനയിൽ കൊണ്ടുവരികയാണ്. വീണ്ടും ഈ കുരിശുമരണത്തിൽ യേശുവിൻ്റെ വേദനയുടെ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പിതാവിനെക്കുറിച്ചുള്ള വലിയ ചിന്തയിൽ സന്തോഷത്തോടുകൂടെ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണം വരിക്കുന്ന യേശു. ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസിയും കുർബാനയിൽ അനുഭവിക്കുന്ന സന്തോഷം ഇതാണ്, ഈ ക്രിസ്തുവിനോട് കൂടെയായിരിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സജീവ ഭാഗഭാഗിത്വം എന്ന് പറഞ്ഞാൽ സഭ ആഗ്രഹിക്കുന്നത് ബോധപൂർവമായ പങ്കുചേരലാണ് കുർബാനയിൽ. ആരെപ്പോലെ ക്രിസ്തു എങ്ങനെയാണോ പിതാവിന് തന്നെ സമർപ്പിച്ചത്, അപ്പോൾ ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവങ്ങൾ എന്തായിരുന്നുവോ അതേ മനോഭാവത്തോടുകൂടെ കുർബാനയിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്, പങ്കെടുക്കുവാനായിട്ടാണ് സഭ നമ്മളെ ക്ഷണിക്കുക. അതേ മനോഭാവത്തോടെ ഈ തരത്തിൽ കുർബാനയെ കാണുമ്പോൾ ഒരിക്കലും അശ്രദ്ധമായിട്ട് നമ്മൾക്ക് പള്ളിയിൽ നിൽക്കാനായിട്ട് പറ്റില്ല. നിശബ്ദനായിട്ട് പള്ളിയിലിരിക്കാൻ പറ്റില്ല. പള്ളിയിൽ വരുന്ന വ്യക്തിയുടെ, കുർബാനയ്ക്ക് വരുന്ന വ്യക്തിയുടെ ചിന്തകൾ മുഴുവൻ ദൈവസന്നിധിയിലാണ്, യേശുവിനോട് കൂടെയാണ്. യേശുവിനോട് കൂടെയുള്ള എനിക്ക് ഒരിക്കലും അശ്രദ്ധമായിട്ട് കുർബാനയിൽ നിൽക്കാൻ പറ്റില്ല. യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രമമാണ് ഓരോ കുർബാനയിലും നമ്മൾ നടത്തേണ്ടത്. യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം, കുരിശിൻ്റെ വഴിയിൽ യേശു സംസാരിച്ച രംഗങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. യേശുവിൻ്റെ ബലിയിൽ പങ്കെടുക്കേണ്ടത് കാഴ്ചക്കാരെ പോലെയല്ല. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ കുരിശുമരണം കാണാനായിട്ടൊത്തുകൂടിയ ജനത്തെക്കുറിച്ച്. കാഴ്ച കാണാൻ ഒരുമിച്ച് കൂടിയ ജനം. ആ ജനത്തിൻ്റെ റോളിൽ നിൽക്കാനല്ല സഭ നമ്മളോട് പറയുക. കാഴ്ച കാണാൻ, അവൻ്റെ ബലിയെ നോക്കിക്കാണാനായിട്ടല്ല, മറിച്ച് അവനോട് ചേർന്ന് നിൽക്കാനായിട്ടാണ്, ആത്മീയമായിട്ട് അവൻ്റെ ബലിയോട് ചേരാനായിട്ട് ക്ഷണിക്കുക. കാഴ്ച കാണാനല്ല, അവൻ്റെ സഹനത്തിലും അവൻ്റെ വേദനയിലും കൂടെയുണ്ടാവാൻ. അത് നമ്മൾ കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന മാതാവിലും പ്രിയ ശിഷ്യനായ യോഹന്നാനിലും അവൻ്റെ ഒപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട നല്ല കള്ളനിലുമാണ്.
ഈ 3 പേർക്കും അനുഗ്രഹം കൊടുത്തിട്ടാണ് യേശു മരണം വരിക്കുക. നല്ല കള്ളന് സ്വർഗഭാഗ്യം. അവൻ്റെ കുരിശിനോട് ചേർന്ന് ആത്മീയമായിട്ട് അവനോടൊന്നായി സഹതപിച്ചായപ്പം നല്ല കള്ളന് കിട്ടിയത് സ്വർഗഭാഗ്യമാണ്. അവൻ്റെ കുരിശിനോട് ചേർന്ന് വേദനയിൽ പങ്കുപറ്റി ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത് ജീവിക്കാനായിട്ട് കൂടെ നോക്കാനായിട്ട് യോഹന്നാനെയും ഒരു പാർപ്പിടവും. യോഹന്നാൻ ഒരു അമ്മയെയാണ് വാഗ്ദാനം ചെയ്തത്, പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അനുഗ്രഹം വാങ്ങിപ്പോകുന്ന ഇവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സഭ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ഇതുതന്നെയാണ്. 12 പിയൂസ് മാർപ്പാപ്പ പറഞ്ഞതും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞതും ജോൺ പോൾ 2 മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചതും ഇതുതന്നെ. യേശുവിൻ്റെ മനോഭാവത്തോട് ചേർന്ന് അവൻ എങ്ങനെ ബലിയർപ്പിച്ചുവോ അതേ മനോഭാവത്തോടുകൂടെ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം, അതാണ് സജീവ ഭാഗഭാഗിത്വം വഴി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ ബോധപൂർവവും കർമ്മോത്സുകവും പൂർണ്ണവുമായി 2 വത്തിക്കാൻ സൂനകദോസ് നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെ ഈ 3 തരത്തിലും ബോധപൂർവവും പൂർണ്ണമായും കർമ്മോത്സുകമായും ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാഴ്ച കാണാൻ കൂടിയ ജനത്തെ പോലെയല്ല, അവൻ്റെ കുരിശിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയെ പോലെ, അവൻ്റെ കുരിശിനോട് ചേർന്ന് നിന്ന യോഹന്നാനെ പോലെ, അവനോട് സഹതപിച്ച അവൻ്റെ വേദനയിൽ പങ്കുപറ്റിയ നല്ല കള്ളനെ പോലെ യേശുവിൻ്റെ ബലിയോട് ചേർന്ന് നിൽക്കാം. എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും യേശുവിൻ്റെ ചിന്തകളോട് ചേർക്കാം. അങ്ങനെ സജീവമായിട്ട് ഈ തിരുബലിയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് അതിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകമെങ്ങുമുള്ള അൾത്താരകൾക്കരികിലെ സക്രാരികളിൽ ഇന്നും സജീവനായി ജീവിക്കുന്ന ഈശോ തൻ്റെ തിരുവോസ്തിയിലെ സാന്നിധ്യത്തെ സംശയത്തിൻ്റെയും യുക്തിയുടെയും കണ്ണുകൾ കൊണ്ടു നോക്കുന്ന മനുഷ്യർക്കു വേണ്ടി ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈ സാന്നിധ്യം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മഹനീയത നമുക്ക് മനസ്സിലാകുവാനും അവിടുത്തെ അൾത്താരയിലേക്ക് ചേർന്ന് നിൽക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ആയിരത്തി 345 പോളണ്ടിലെ ക്രാക്കോവിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെ ദേവാലയത്തിലാണ്. ഞങ്ങളുടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചും വിശുദ്ധരുടെ ജീവിതങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നതിനായി, അറിവുകൾ ശേഖരിക്കുന്നതിനായി ഞങ്ങൾ മുൻപ് ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ സഹായിക്കുന്നതിനായി ഈ ദേവാലയത്തിൽ തന്നെ വാഴ്ത്തപ്പെട്ട കശ്മീർ ചിക്കിൻ്റെ ഒരു ബന്ധുവായ വൈദികൻ അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്നത് ഫാദർ യൂസഫ് സ്റ്റാർമിക്കാണ്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് നാം തുടർന്ന് കേൾക്കുവാൻ പോകുന്നത്. ആ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ശേഷമാണ് അന്നത്തെ രാജാവ് ഈ ദേവാലയം നിർമ്മിക്കുന്നത്. അക്കാലത്ത് നവോത്ഥാനത്തിൻ്റെ അലയടികൾ എങ്ങും പ്രകമ്പനം കൊള്ളുകയായിരുന്നു. നഗരത്തിലുള്ള സകല വിശുദ്ധരുടെ ദേവാലയത്തിൽ അക്രമികളെത്തി സ്വർണമാണെന്ന് കരുതി പല വസ്തുക്കളും മോഷ്ടിക്കുകയുണ്ടായി. അതിനുശേഷം സക്രാരിയിൽ നിന്ന് ദിവ്യകാരുണ്യവും എടുക്കുവാൻ അവർ മറന്നില്ല. പോകും വഴിയിൽ ഇവിടെ അവർ തിരുവോസ്തികൾ ഉപേക്ഷിച്ചു. അതിനുശേഷം സ്വർണമെന്ന് കരുതിയ വസ്തുക്കളുമായി അവർ രക്ഷപ്പെട്ടു. സകലരും ദൈവത്തെ ഉപേക്ഷിച്ച് ഈ ലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും നടുവിൽ അതികഠിനമായ യാതനകളിലൂടെയാണ് പലരുടെയും ജീവിതം കടന്നുപോയതെങ്കിലും ദൈവത്തിലേക്ക് തിരിയുവാൻ പലരും തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെയാവണം വിശ്വാസം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരിലൂടെ നമ്മുടെ നാഥൻ്റെ ശരീരം വെറും മണ്ണിൽ
ഉപേക്ഷിക്കപ്പെട്ടത്. എത്ര ഭയാനകമായിരുന്നിരിക്കണം ആ അവസ്ഥ! ചെളിമണ്ണിലും കുറ്റിക്കാട്ടിലും ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന ശരീരം ചിതറിക്കിടക്കുക. സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് ദൈവം വീണ്ടും അപമാനിതനാവുന്നു. യേശു മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിലും നക്ഷത്രങ്ങൾ അവിടുത്തേക്ക് കൂട്ടുനിന്നു. വലിയ പ്രകാശം തിരുവോസ്തി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തേക്ക് ആകാശത്തുനിന്ന് വർഷിക്കപ്പെടാൻ തുടങ്ങി. ഇവിടെയുണ്ടായിരുന്ന ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വസിച്ചിരുന്ന മനുഷ്യർക്ക് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. കടലിൽ നിന്ന് കപ്പലുകൾക്ക് തീരത്തേക്ക് വഴി കാണിക്കുന്ന വിളക്കുപോലെ അവിശ്വാസത്തിൽ വഴിതെറ്റിപ്പോയ തൻ്റെ അജഗണങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനായിരുന്നു ദൈവം ഈ അത്ഭുതം പ്രവർത്തിച്ചത്. ധാരാളം ജനങ്ങൾ ഈ അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച് ഇവിടെ എത്തി പ്രാർത്ഥന ആരംഭിച്ചു. സ്ഥലത്തെ മെത്രാനും ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചറിഞ്ഞു. മാത്രമല്ല, മുൻപ് ക്രാക്കോവിലെ ദേവാലയത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ചും തിരുവോസ്തികൾ കളവു പോയതിനെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാജാവ് ഈ തടാകം വറ്റിക്കുവാനുള്ള തീരുമാനമെടുത്തു. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവസാനം ഇത് വറ്റിച്ചപ്പോൾ യേശുവിൻ്റെ തിരുശരീരം ഒരു കേടും കൂടാതെ ചെളിയിലെറിയപ്പെട്ടുവെങ്കിലും അല്പം പോലും മലിനമാകാതെ പ്രകാശിച്ചു നിൽക്കുന്നതായി കൂടി നിന്നവർക്ക് കാണുവാൻ സാധിച്ചു. അവിടം മുഴുവൻ പ്രകാശമാനമാക്കിയ രശ്മികൾ പുറപ്പെട്ടത് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിൽ നിന്നായിരുന്നു. ഈശോ നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നാം പ്രകാശിതരാകും. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുവാൻ നമുക്ക് സാധിക്കും. അവർ ഒരു അരുളിക്കയിൽ യേശുവിൻ്റെ തിരുശരീരമെടുത്ത് ദേവാലയത്തിലേക്ക് തിരികെ പ്രദക്ഷിണമായി നടന്നു നീങ്ങി. രാജാവ് നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. ലോകാവസാനം വരെ യേശു നമ്മോടൊപ്പമുണ്ടെന്ന് അവിടുന്ന് വീണ്ടും നമുക്ക് കാണിച്ചു തന്നു. നന്ദി സൂചകമായി ഈ മനോഹരമായ ദേവാലയം നിർമ്മിക്കപ്പെട്ടു. ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത്. ഇത് പണിയിപ്പിച്ച കാസിമിർ രാജാവ് വിശുദ്ധ കാസിമിറിൻ്റെ പിതാവാണ്. ഫ്രാൻസിലെ അവിഞ്ഞോണിലെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയം പണിതത് വിശുദ്ധ ലൂയിസിൻ്റെ പിതാവായിരുന്ന ലൂയി 8 രാജാവായിരുന്നു എന്നതും നാം ഇവിടെ ഓർക്കേണ്ടയൊരു വസ്തുതയാണ്. ഈശോയുടെ തിരുശരീരത്തിനായി സമർപ്പിക്കപ്പെട്ട ദേവാലയമാണിത്. സഭയിൽ കോർപ്പസ് ക്രിസ്തി എന്ന പേരിൽ ഈശോയുടെ തിരുശരീരത്തിൻ്റെ തിരുനാൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അപ്പോൾ അധികം നാളുകളായിരുന്നില്ല എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യം മരിച്ചതുകൊണ്ട് മനുഷ്യരക്ഷ സാധ്യമായിരുന്നു. എങ്കിലും മനുഷ്യകുലത്തെ തന്നിലേക്ക് ആകർഷിക്കുവാനായി അവിടുന്ന് ദിവ്യകാരുണ്യമായി ഒരത്ഭുതമല്ല, പല അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി അവിടുന്ന് പ്രവർത്തിച്ചു. പ്രകാശത്തിൽ നിന്നകന്നു പോകുന്നവരെ അവിടുന്ന് വീണ്ടും വീണ്ടും സ്നേഹത്തോടെ തന്നിലേക്ക് മാടി വിളിക്കുന്നു. വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഒരു നിര തന്നെ തൻ്റെ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഒരുക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവിളക്കിൻ്റെ അരികിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണം. സ്വയം ഉരുകിയുരുകിത്തീരുന്ന നന്മയുടെ പേരാണ് പ്രകാശം. ദൈവം പ്രകാശമാണ്. അവിടുന്ന് ശൂന്യതയിൽ നിന്നെല്ലാം സൃഷ്ടിച്ചപ്പോൾ അവനൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ മനുഷ്യരുടെ പാപപ്പൊറുതിക്ക് വേണ്ടി
സ്വന്തം ജീവരക്തമൊഴുക്കിയ നിമിഷം, എല്ലാം നഷ്ടപ്പെടുത്തിയ നിമിഷം അവൻ നമ്മുടെ പ്രകാശമായി. പ്രകാശമായി കടന്നു വന്നവൻ പറഞ്ഞു, നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകണമെന്ന്. പ്രകാശമായവൻ്റെ ആഗ്രഹം എല്ലാവരും പ്രകാശമാകണമെന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? ഓർക്കുകയാണ്, ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ഒരു കത്തോലിക്ക ദേവാലയത്തിലെത്തി. കൂടെ 4 വയസ്സുള്ള മകളുമുണ്ട്. അൾത്താരയിലെ ദീപം കണ്ട് ആ മകൾ ചോദിച്ചു, ഈ പകൽ സമയത്ത് എന്തിനാണ് അവിടെ ദീപം കത്തിച്ച് വെച്ചിരിക്കുന്നത്? ചിരിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, മകളെ, അടുത്തൊരു സക്രാരിയുണ്ട്, അതിനുള്ളിൽ ക്രിസ്തുവുണ്ട്. അവൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കാനാണ് ഈ ദീപം കത്തിച്ച് വെച്ചിരിക്കുന്നത്. മകൾക്ക് സന്തോഷമായി. എനിക്ക് ആ ക്രിസ്തുവിനെ കാണാൻ പറ്റുമോ? പിതാവ് പറഞ്ഞു, കാണാൻ പറ്റില്ല, കാരണം സക്രാരി അടച്ചു വെച്ചിരിക്കുക. പിന്നെ അവർ അവരുടെ സ്വന്തം ദേവാലയത്തിലെത്തി. മകൾ ചുറ്റും നോക്കി, ദീപം കണ്ടില്ല. മകൾ ചോദിച്ചു, എന്തേ ഇവിടെ ദീപം കത്തിച്ച് വെക്കാത്തത്? പിതാവ് പറഞ്ഞു, ഇവിടെ സക്രാരിയില്ല, ക്രിസ്തുവുമില്ല. അപ്പോൾ സങ്കടത്തോടെ മകൾ പറഞ്ഞു, എവിടെ ക്രിസ്തുവുണ്ടോ അവിടേക്ക് നമുക്ക് പോകാം എന്ന്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം അവൻ്റെ സമീപത്ത് കത്തുന്ന ദീപങ്ങൾ ഇരുണ്ടു പോകുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്ന ദീപങ്ങളായി മാറേണ്ടവരാണ് നമ്മളൊക്കെ. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആത്മീയത നശിച്ചു പോകുമ്പോൾ, വാക്കുകളിൽ ജീവിതം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇരുണ്ടു പോവുകയാണ്. ഈ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ തക്കവിധം നമ്മൾ പ്രകാശിക്കുന്നുണ്ടോ? കാലിത്തൊഴുത്തിലേക്ക് കിഴക്ക് നിന്ന് 3 ജ്ഞാനികളെത്തിയത് നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിലാണ്. ദീപം, പ്രകാശം നമ്മുടെ ജീവിതം തന്നെയാണ്. നമുക്കും ജ്വലിക്കാം. സ്വയം ഉരുകി തീരുന്ന നന്മയാകാം. ഈ ജീവിതം കണ്ട് ഒരാളെങ്കിലും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വരട്ടെ. ദിവികാരുണ്യനാഥ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം. വാ യേശുനാഥ
Father.